നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാളെ തിങ്കളാഴ്ച സോമവാരത്തിനാണ് സ്ത്രീകൾ വ്രതമെടുക്കുക. സോമവാരം വ്രതമെടുക്കുക. പെൺകുട്ടികൾ നല്ല ഭർത്താവിനെ ലഭിക്കാൻ, ഭർത്തൃമതികളായ സ്ത്രീകൾ മംഗല്യ സൗഭാഗ്യത്തിന് ചെയ്യും തിങ്കളാഴ്ച വ്രതം, സോമവാര വ്രതം എന്ന് പറയും. നാളെ 2026 ജനുവരി മാസം 12-ാം തീയതി, അതായത് ധനു 1201 ധനുമാസം 28-ാം തീയതി. നാളെ ചോതി നക്ഷത്രമാകുന്നു. നാളെ ഉച്ചയ്ക്ക് 12:30 വരെ നവമി തിഥിയാകുന്നു. അത് തിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. ആ തിഥിയിൽ നാം സാമ്പത്തികമായ വിഷയങ്ങളൊന്നും ഇടപെടാറില്ല. പക്ഷേ നാളത്തെ നക്ഷത്രം നല്ല നക്ഷത്രമാണ്, ചോതി നക്ഷത്രമാണ്. നാളത്തെ ദിനവും വളരെ അനുകൂലമാണ്. തിങ്കളാഴ്ച സോമവാരം. നാളെ സൂര്യോദയം തൃശ്ശൂരിൽ 6:49, അസ്തമയം വൈകിട്ട് 6:16. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയം. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉത്തമ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കണമെങ്കിൽ വൈകിട്ട് 3:45 മുതൽ 4:30 വരെയുള്ള സമയം വളരെ അനുകൂലമായി സ്വീകരിക്കാം. ഇടവൻ രാശിയാണ്. ശനിയുടെ കാലഹോരയാണെങ്കിലും 11-ൽ ശനി നിൽക്കുന്നു. അതിനാൽ കർമ്മ വിഷയത്തിലൊക്കെ നാളത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കണമെങ്കിൽ അത് സ്ഥിരരാശിയാണ്. കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെടുന്ന തീരുമാനങ്ങൾ, അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുക, ഇതിനൊക്കെ. വാഹനങ്ങൾ എടുക്കണമെങ്കിൽ ചരരാശിയാണ്. മറ്റെല്ലാ സ്ഥിരതയുള്ള സ്റ്റേബിളായ ജോലിക്കൊക്കെ നല്ലത് സ്ഥിരരാശിയാണ്. അത് ഇടവൻ രാശി വളരെ ഗുണമാണ്. അഗുണോബി വൃഷപൂജ്യ. എത്ര ദോഷമുണ്ടെങ്കിലും ഇടവൻ രാശിനെ പൂജിക്കണമെന്ന് പറയുന്നു. അപ്രകാരം എത്ര ഗുണമുണ്ടെങ്കിലും ഒരു രാശിയിൽ ഭൂമി വിഷയത്തിൽ കുംഭൻ രാശി വരികയാണെങ്കിൽ സഗുണോബി ഘടസ്ത്യജേത്. എത്ര ഗുണമുണ്ടെങ്കിലും കുംഭൻ രാശിയെ ത്യജിക്കണമെന്നും പറയപ്പെടുന്നു. ഏതായാലും നാളത്തെ ചോതി നക്ഷത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സർപ്പസങ്കേതത്തിൽ നന്നായി സർപ്പപ്രീതി ചെയ്യുക. സ്ത്രീകൾക്ക് സ്വയംവര പുഷ്പാഞ്ജലി, ഐക്യമത്യ അർച്ചന ഒക്കെ ചെയ്യാം. അവിവാഹിതർക്ക് സ്വയംവരം, വിവാഹിതർക്ക് ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ നല്ലതാണ്. സോമവാര വ്രതം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടുമെന്ന് അറിയുക. പിന്നീട് നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണമെങ്കിൽ സർപ്പസംഖ്യത്തിൽ ആയില്യപൂജ, സർപ്പബലി ചെയ്യാം. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രം ജപിക്കാം. ചോദ്യ വിദ്യാവിഷയത്തിലേക്കൊക്കെ നല്ലതാണ്. തിങ്കളാഴ്ചയാണ്. സരസ്വതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ബുദ്ധി വികസിക്കാൻ വേണ്ടി സാരസ്വത അരിഷ്ടം, സരസ്വതി മന്ത്രം ജപിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നാളത്തെ ദിനം. ഓം സം സരസ്വത്യേ നമഃ, ഇതാകുന്ന സരസ്വതി മൂലമന്ത്രം. ഓം സം സരസ്വത്യേ നമഃ. എന്നിട്ട് ഈ പറഞ്ഞ സാരസ്വതാരിഷ്ടം നെയ് സരസ്വതി മന്ത്രം ജപിച്ച് കൊടുക്കുക. വളരെയധികം കുട്ടികൾക്ക് ബൗദ്ധിക തലത്തിൽ വലിയ മാറ്റങ്ങൾ വരും. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭൗതമേ സദാ. സരസ്വതി മന്ത്രമാണ്. സരസ്വതിയുടെ അനുഗ്രഹം വാങ്ങുക. പഠിതാക്കൾക്കും സംഗീതാദി നൃത്താദി വിഷയങ്ങളിൽ പ്രവേശിക്കുന്നവർക്കും ചോതി നക്ഷത്രം വളരെ അനുകൂലമാണെന്ന് അറിയുക. വെളുത്തപക്ഷത്തിലെ ചോതി ഏറ്റവും നല്ലതാണ്. സ്വാത്യാം സാഗരശുക്തി പതിതം തൻ മൗക്തികം ജായതേ. ചോദ്യനാളിൽ, വെളുത്തപക്ഷത്തിലെ ചോദ്യനാളിൽ ചിപ്പിക്കുള്ളിൽ പതിക്കുന്ന ഒരു തുള്ളി വെള്ളമാണ് ചിപ്പിക്കുള്ളിൽ പതിച്ച് മുത്തായി മാറുന്നത്. അനർഘ്യമായ, വിലമതിക്കാനാവാത്ത മുത്തായി മാറുന്നത്. അത്ര നല്ല നക്ഷത്രമാണ് ചോതി. എനിക്കറിയുന്ന എത്രയോ ചോതി നക്ഷത്രക്കാരുണ്ട്. മാനസികമായി വളരെയധികം അടുപ്പം ചോതി നക്ഷത്രക്കാർ പുലർത്തും. വളരെയധികം സൗന്ദര്യബോധവും വൃത്തിയുമുള്ളവരാണ് ചോതി നക്ഷത്രക്കാർ. എനിക്കറിയുന്ന ചോതി നക്ഷത്രക്കാർ അപ്രകാരമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പലപ്പോഴും സ്കിൻ പ്രോബ്ലങ്ങളാൽ ബുദ്ധിമുട്ടും അവർ. കാരണം അവർ രാഹുവാണ് അവരുടെ അധിദേവത. എപ്പോൾ നാഗപ്രീതി ചെയ്യുന്നത് വളരെ നല്ലതാണ്. നാളെ 12:30 കഴിഞ്ഞാൽ പിന്നെ കറുത്തപക്ഷത്തിലെ ദശമി തിഥിയായി. നവമി തിഥി വളരെ ദുർബലമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുഹൂർത്തം നൽകിയത് 3:45 മുതൽ. ദശമിയാണ്. കറുത്തപക്ഷത്തിലാണെങ്കിലും നവമിയേക്കാൾ എത്രയോ ഉത്തമമാണ് ദശമി എന്നറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.